ഹലോ മക്കളെ, അപ്പോൾ നമ്മളുടെ നീറ്റ് എക്സാമിൻ്റെ ഒരു അപ്ഡേറ്റ് അല്ല, നമ്മൾ NCERT ടെക്സ്റ്റ് ബുക്കിൽ ഒരു അപ്ഡേറ്റ് ആണ് മിസ്സിന് പറയാനുള്ളത്. പക്ഷേ ആദ്യം തന്നെ ഈ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് ഈ ഒരു അപ്ഡേറ്റ് 2025-2026 ടെക്സ്റ്റ് ബുക്കിലാണ്. അതായത് നെക്സ്റ്റ് ഇയർ നീറ്റ് എക്സാം എഴുതാൻ പോകുന്ന മക്കൾക്കായിരിക്കും ഈ ഒരു ടെക്സ്റ്റ് ബുക്കിൽ NCERT ടെക്സ്റ്റ് ബുക്കിലുള്ള ചേഞ്ചസ് എഫക്റ്റ് ആവുക. നിങ്ങൾക്ക് അതായത് ഇപ്പോൾ ഒരു ദിവസങ്ങൾക്കുള്ളിൽ നീറ്റ് എക്സാം എഴുതാൻ പോകുന്ന നീറ്റ് 2025 എഴുതാൻ പോകുന്ന മക്കൾ ഒരു കാരണവശാലും ഈ ഒരു NCERTയിലുള്ള ചേഞ്ചസിനെ കുറിച്ച് ആലോചിച്ച് പേടിക്കേണ്ടതില്ല. ഇപ്പോൾ ഇന്ന് തന്നെ നമ്മൾ ലൈവ് പോയ സമയത്ത്, നമ്മുടെ നീറ്റ് ക്രാഷ് ബാച്ചിൻ്റെ ലൈവ് പോയ സമയത്ത് നമ്മുടെ കുട്ടികൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു ടെക്സ്റ്റ് ബുക്കിൽ ചേഞ്ചസ് ഉണ്ടോയെന്ന്. ഇത് നിങ്ങളെ ബാധിക്കുന്ന ചേഞ്ച് അല്ല. ഒന്നാമത്തെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ആകെ കുറച്ച് ദിവസങ്ങൾ കൂടെ ബാക്കിയുള്ളൂ നിങ്ങളെ നീറ്റ് എക്സാമിന്. അപ്പം ഈ ഒരു നീറ്റ് 2025 വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സൊക്കെ ഓൾറെഡി സെറ്റാണ്, പ്രിൻറ്റഡ് ആണ്. അതിന് നിങ്ങളിലേക്ക് എത്തേണ്ട ഒരു സമയം മാത്രമേ ഉള്ളൂ. ഓക്കെ, ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓൾറെഡി നമ്മളുടെ 2024-2025 ടെക്സ്റ്റ് ബുക്ക് ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പം ഈ മാറ്റം അടുത്ത വർഷത്തേക്ക് വേണ്ടിയിട്ടുള്ള മാറ്റമാണ്. NCERT എല്ലാ വർഷവും റിവൈസ് ചെയ്യാറുണ്ട്. അപ്പം നിങ്ങൾക്ക് തന്നെ കഴിഞ്ഞ ദിവസം മിസ് ബാച്ചിൽ ലൈവ് പോയപ്പോൾ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. NCERTയുടെ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്ക് കാണാം. ആ ടെക്സ്റ്റ് ബുക്ക് റിവൈസ്ഡ് ടെക്സ്റ്റ് ബുക്കാണ്. അത് 2024-2025 ടെക്സ്റ്റ് ബുക്കാണ്. അതാണ് നിങ്ങൾക്ക് നിങ്ങളുടെ NCERTയിലുള്ള അതിനനുസരിച്ചാണ് നിങ്ങൾക്ക് മാർക്സ് കിട്ടുക എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് അതാണ്. ഓക്കെ, ഈ NCERTയിൽ ഇപ്പോൾ വന്നിട്ടുള്ള ചേഞ്ചസ് നെക്സ്റ്റ് ഇയറിന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പം ഈ ഒരു മെയ് 4-ന് 2025 നീറ്റ് എഴുതാൻ പോകുന്ന മക്കൾ ഈ ചേഞ്ചസ് ആലോചിച്ച് പേടിക്കണ്ട. പക്ഷെ നിങ്ങൾ അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട് കൂടിയാണ്. ഈ ചേഞ്ചസ് ആർക്കാ ബാധകമാവുക? 2026 പിന്നെയുള്ള വർഷങ്ങളിൽ നീറ്റ് എഴുതാൻ പോകുന്ന മക്കൾക്കാണ്. ഓക്കെ, അപ്പം അതിൽ നമ്മുടെ ഫസ്റ്റ് ചേഞ്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സെൽ ദി യൂണിറ്റ് ഓഫ് ലൈഫിൽ നിങ്ങൾക്ക് അറിയാം, നമ്മുടെ ഷ്ലൈറ്റനും ഷ്വാനുമാണ് നമ്മുടെ സെൽ തിയറി പ്രപ്പോസ് ചെയ്തത്. അതിൽ ബ്രിട്ടീഷ് സുവോളജിസ്റ്റ് ആയിട്ടാണ് നമ്മുടെ ഷ്വാനിനെ പറഞ്ഞിട്ടുള്ളത്. അത് മാറ്റിയിട്ട് എന്താക്കിയിട്ടുണ്ട്? ജർമ്മൻ സുവോളജിസ്റ്റ് എന്നാക്കിയിട്ടുണ്ട്. ഓക്കെ, ജർമ്മൻ എന്നാക്കിയിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മളെ സെല്ലിൻ്റെ ആ ഒരു ഇൻട്രൊഡക്ഷൻ പറയുന്ന സമയത്ത് ഇവിടെ ഫസ്റ്റ് പേജിൽ സെമി ഫ്ലൂയിഡ് മെട്രിക്സ് എന്നാണ് നമ്മുടെ സൈറ്റോപ്ലാസ്റ്റിനെ പറയുന്നത്. അതിനുശേഷം ഈ ഒരു ഭാഗത്ത് ഫ്ലൂയിഡ് മെട്രിക്സ് എന്നാണ് പറയുന്നത്. അപ്പം ഇവിടെയും കൂടെ എന്താക്കി മാറ്റിയിട്ടുണ്ട്? സെമി ഫ്ലൂയിഡ് മെട്രിക്സ് എന്നുള്ളൊരു ചേഞ്ച് വരുത്തിയിട്ടുണ്ട്. ആൻഡ് അടുത്തത് ഇവിടെ നമ്മുടെ റെസ്പിറേഷൻ ആൻഡ് പ്ലാന്റ്സിൻ്റെ ആ ഒരു സെഷനിൽ ഇവിടെ നമ്മൾ ATP സിന്തേസിൻ്റെ കോംപ്ലക്സ് ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ ടെക്സ്റ്റ് ബുക്കിൽ ഇവിടെ എഴുതിയിരിക്കുന്ന ഭാഗത്ത് 4H+ അയോൺസ് പാസ് എന്നാണ് പറയുന്നത്. പക്ഷേ ഈ ഡയഗ്രത്തിൽ 2H+ എന്നാണുള്ളത്. അപ്പം ഇനി വരുന്ന, അതായത് 2026 അപ്ഡേറ്റഡ് ആയിട്ടുള്ള ടെക്സ്റ്റ് ബുക്കിൽ 4H+ എന്ന് തന്നെയായിരിക്കും. ഓക്കെ, ഇനി അടുത്തതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കെമിക്കൽ കോർഡിനേഷൻ്റെ ചാപ്റ്ററിൽ നമുക്കറിയാം നമ്മുടെ അഡ്രീനൽ ഗ്ലാൻഡ് എവിടെയാണ് കാണുന്നത്? നമ്മുടെ കിഡ്നിയുടെ മുകൾ ഭാഗത്തായിട്ടാണ് കാണുന്നത്. പക്ഷേ ടെക്സ്റ്റ് ബുക്കിൽ ആൻറ്റീരിയർ പാർട്ട് ഓഫ് ഈച്ച് കിഡ്നി എന്നാണ് കൊടുത്തിരിക്കുന്നത്. അത് ഇനി വരുന്ന റിവൈസ്ഡ് ടെക്സ്റ്റ് ബുക്കിൽ 25-26 ടെക്സ്റ്റ് ബുക്കിൽ എന്തായിരിക്കും? എബവ് ഓർ സുപ്പീരിയർ എന്നായിരിക്കും ഉണ്ടാവുക. അതേപോലെ തന്നെ നമ്മുടെ ലോക്കോമോഷൻ്റെ ചാപ്റ്ററിൽ ഇവിടെ നിങ്ങൾക്ക് കാണാം ഒരു സിംഗിൾ ഷേപ്ഡ് ഹയോയിഡ് പ്രസൻറ്റ് ബേസ് ഓഫ് ദ ബക്കൽ ക്യാവിറ്റി ആൻഡ് ഇറ്റ് ഓൾസോ ഇൻക്ലൂഡഡ് ഇൻ ദ സ്കൾ എന്നാണുള്ളത്. അപ്പോൾ ഇനി വരുന്ന റിവൈസ്ഡ് ടെക്സ്റ്റ് ബുക്കിൽ എന്തായിരിക്കും? നോട്ട് എ പാർട്ട് ഓഫ് സ്കൾ എന്നാക്കിയിട്ടുണ്ട്. ഓക്കെ, ആൻഡ് അടുത്തതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ +2 ചാപ്റ്ററിൽ നമ്മുടെ ഹ്യൂമൻ റീപ്രൊഡക്ഷൻ്റെ സെഷനിൽ നിങ്ങൾക്കറിയാം നമ്മുടെ ഗ്രാഫിയൻ ഫോളിക്കുലർ റപ്ചറായിട്ട് സെക്കൻഡറി യൂസായിട്ട് റിലീസ് ചെയ്യുന്നു എന്നിവിടെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ ഡയഗ്രാം വരുന്ന സമയത്ത് ഇവിടെ ഓവം എന്നാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾക്കറിയാം, മിസ് പഠിപ്പിക്കുമ്പോഴും പറയാറുണ്ട് ഓവത്തിൻ്റെ ഫോർമേഷൻ എപ്പോഴാണ് നടക്കുക? നമ്മളുടെ സെക്കൻഡറി യൂസായിട്ട് ഫാലോപ്പിയൻ ട്യൂബിൽ വെയിറ്റ് ചെയ്ത് അവിടെ ഇരിക്കും. അവിടെ സ്പേമിൻ്റെ എൻട്രി നടന്നു കഴിഞ്ഞാൽ മിയോസിസ് 2 കംപ്ലീറ്റ് ആയതിനു ശേഷമാണ് ഓവം ഫോം ചെയ്യുക. അപ്പോൾ ഇവിടെ ഡയഗ്രത്തിൽ ഇങ്ങനെ ഒരു കറക്ഷൻ ഉണ്ടായിരുന്നു. അത് ഇനി വരുന്ന ടെക്സ്റ്റ് ബുക്കിൽ സെക്കൻഡറി യൂസായിട്ടായിരിക്കും. ഓക്കെ, ഇത് തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ NCERTയുടെ വെബ്സൈറ്റിൽ അപ്ഡേറ്റഡ് ആയിട്ടുണ്ട്. പക്ഷേ അത് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാനുള്ള ഫോമിൽ എത്തിയിട്ടില്ല. പ്രിൻറ്റഡ് ഫോംസിൽ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ ഈ ചേഞ്ചസ് എന്നാണ് മിസ്സിന് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ നമ്മുടെ NCERT വെബ്സൈറ്റിൽ ഈ റിവൈസ്ഡ് ആയിട്ടുള്ള ടെക്സ്റ്റ് ബുക്കിൻ്റെ PDF അപ്ലോഡഡ് ആകും. പക്ഷേ May 4th 2025 നീറ്റ് എക്സാം എഴുതാൻ പോകുന്ന മക്കൾ ഇത് ആലോചിച്ച് പേടിക്കേണ്ട, ടെൻഷൻ അടിക്കേണ്ട. നിങ്ങളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ആ ടെക്സ്റ്റ് ബുക്ക് ബേസ്ഡ് ആയിട്ട് തന്നെയായിരിക്കും നിങ്ങളുടെ എക്സാം ഉണ്ടാവുക. അപ്പോൾ അതൊന്ന് ആലോചിച്ച് നിങ്ങളുടെ പ്രിപ്പറേഷനിൽ ഇനി ഇത് മാറ്റി പഠിക്കണോ, അത് വരുമോ, കൺഫ്യൂഷൻ ആവോ, ഇതൊന്നും നിങ്ങൾ ആലോചിച്ച് ടെൻഷൻ അടിക്കേണ്ട. ഓക്കെ, നിങ്ങൾക്ക് നിങ്ങളുടെ 24-25 ടെക്സ്റ്റ് ബുക്കിൽ എന്താണോ ഉള്ളത് അതിനനുസരിച്ചായിരിക്കും നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറും നിങ്ങളുടെ മാർക്സും ഉണ്ടാവുക. ഈ മാറിയിട്ടുള്ള അപ്ഡേഷൻസ് നെക്സ്റ്റ് ഇയറിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, ക്ലിയർ ആയെന്ന് കരുതുന്നു. ഈ ടെൻഷൻസ് ഒന്നും ആലോചിച്ച് നിങ്ങൾ തലേക്ക് എടുക്കേണ്ട. എൻ്റെ മക്കൾ നല്ല അടിപൊളിയായിട്ട് തന്നെ പഠിക്കുക. ഓൾ ദി വെരി ബെസ്റ്റ്. നന്നായിട്ട് എക്സാം എഴുതുക. ഇത് നെക്സ്റ്റ് ഇയറിന് വേണ്ടിയിട്ടുള്ള ടെക്സ്റ്റ് ബുക്കാണ്, അതിന് വേണ്ടിയിട്ടുള്ള ചേഞ്ചസ് ആണ്. ഓക്കെ, ക്ലിയർ ആയെന്ന് കരുതുന്നു. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ പറഞ്ഞാൽ മതി. ഓക്കെ, ഓൾ ദി വെരി ബെസ്റ്റ്. നന്നായിട്ട് തന്നെ പഠിക്കുക.